അടുത്ത തിങ്കളാഴ്ച ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയോ? അടുത്ത തിങ്കളാഴ്ചത്തെ പ്രാധാന്യം അറിയാവോ? മറന്നുപോയോ? ഇവിടേക്കാരും വന്ന് ഇരുത്തുവോ? എവിടെയായിരിക്കും അടുത്ത തിങ്കളാഴ്ച? ദിവസം ഓർക്കുന്നുണ്ട് എന്നാന്ന്? മോനറിയാം എന്നാ? നമ്മള് സന്തോഷിക്കുവാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഇല്ലേ? സന്തോഷത്തിലൂടെ അറിവുകൾ നേടുവാനും നാളെയുടെ നല്ല മക്കളായി തീരുവാനും വേണ്ടിയാണ്. നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ധാരാളം കഴിവുകളുണ്ട്. അവയൊക്കെ ഒന്ന് അല്ലെ മാറ്റിവരച്ച് പുറത്തെടുക്കണം. പരസ്പരം മത്സരിക്കണം വേണം. എല്ലാ കാര്യങ്ങളിലും മുമ്പിലെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. കലാപരമായിട്ടുള്ള വാസനകൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകുവാൻ ജൂൺ 1-ാം തീയതി മുതൽ നമ്മുടെ സ്കൂളുകളെല്ലാം തുറക്കാൻ പോവുകയാണ്. ഏതാണ്ട് 2 മാസക്കാലമായി വീടുകളിലും മറ്റ് ബന്ധു വീടുകളിലും ഒക്കെ അടിച്ചു പൊളിച്ച് നടന്ന കുട്ടികൾ PSനോ അല്ലെങ്കിൽ കുടുംബശ്രീക്കോ അതിന്റെ അക്കൗണ്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ലഭിച്ചോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ ഈ ആശംസാർച്ചന നടന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മ 2006 ആദ്യമായി ഞങ്ങളന്ന് ഇതുപോലെ തന്നെ വാർഡ് തലത്തിൽ നമ്മുടെ 12 വാർഡുകളിൽ 12 സ്ഥലത്താണ് ബാലസഭാ സംഘങ്ങൾ വെച്ചു. അടുത്ത ഘട്ടമാണ് പഞ്ചായത്ത് തലത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം, 7 നിന്ന് 8ലേക്ക് ജയിച്ചു വരുന്ന 5 കുട്ടികളെ ഓരോ വാർഡിൽ സെലക്ട് ചെയ്തു. മറ്റൊന്നുകൂടല്ല, എണ്ണം ക്രമീകരിക്കാൻ വേണ്ടി 60 എന്ന നമ്പർ ക്രമീകരിക്കാൻ വേണ്ടി 7 നിന്ന് 8ലേക്ക് ജയിച്ച ഓരോ കുട്ടികളെ നമ്മൾ ഈ പഞ്ചായത്ത് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അതിന് കാരണം 8ാം ക്ലാസ് തൊട്ട് വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കൂടുമെന്നുള്ളതുകൊണ്ടും കുറച്ചുകൂടി അവർക്ക് ഗൗരവമുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാകും എന്നുള്ളതാണ്. 7 to 8 7 ജയിച്ച കുട്ടിയെ പിറ്റേ വർഷം 8ലേക്ക് പോകുന്ന കുട്ടിയെ നമ്മൾ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്ത പരിപാടികൾ, ക്യാമ്പിന്റെ ഉദ്ഘാടനത്തോടൊപ്പം നമ്മൾ ചില ആളുകളെ പരിചയപ്പെടുത്തി. ഓരോ സെഷനും ഓരോ ഉദ്ഘാടകരെ ഞാൻ കൊണ്ടുവന്നിരുന്നു ആ പരിപാടിക്ക്. അത് പറയുക ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത ആളായിരുന്നു മുൻ MLA സെബാസ്റ്റ്യൻ കുളത്തിൽ. അദ്ദേഹം വന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കാഞ്ഞിരപ്പുഴ ഡിവിഷന്റെ മെമ്പറായിരുന്നു. വളരെ യാദൃശ്യമാണ് അദ്ദേഹം 5 വർഷക്കാലം മെമ്പറാണ്. നമ്മളൊരു ബാലസഭാ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആൾ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽ MLA ആയി വന്നു ഓർമ്മിപ്പിക്കാൻ ഒരു കാര്യം പറയുന്നത്. നടത്തുകയും അതുവഴി നമുക്ക് കുട്ടികളിൽ ഓരോ നമ്മൾ വിളിച്ചു വരുത്തിക്കുന്ന ഓരോ കുട്ടികൾ വഴി ഓരോ വാർഡുകളിലും കാര്യങ്ങൾ എത്തിക്കുകയും അതുവഴി നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ മിഷൻ പറഞ്ഞിരിക്കുന്നത്. ആയതനുസരിച്ചാണ് നമ്മൾ അടുത്ത 3 ദിവസത്തെ പരിപാടികൾ നടത്തുന്നത്. നിങ്ങൾക്ക് നേതൃത്വ ഗുണങ്ങളുള്ള നിരവധി പദ്ധതികൾ കാണും, കളികൾ കാണും, പാരിസ്ഥിതിക പ്രശ്നങ്ങളായ അതുപോലത്തെ അത്രയും ഫണ്ടുകളൊന്നും നമ്മൾ കുടുംബശ്രീ മിഷനിൽ കാണാൻ കഴിയില്ല. നമുക്ക് സ്പോൺസർഷിപ്പിലൂടെയും മറ്റു കാര്യങ്ങളെയും നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അടുത്ത വർഷം നമ്മളൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ 1 മാസമായിട്ട് ബാലസഭയുടെ പരിപാടികളായിരുന്നല്ലേ? ആണോ? വാർഡുകളിലൊക്കെ പരിപാടികൾ നടത്തിയില്ലായിരുന്നോ കുഞ്ഞുങ്ങളെ? ശ്രദ്ധിക്കുന്നുണ്ടോ? നമ്മൾ കഴിഞ്ഞ 1 മാസമായിട്ട് നമുക്കറിയാം, നിലവിൽ നമ്മുടെ കോട്ടയം ജില്ലയിൽ 1566 ബാലസഭകളാണ് ഉള്ളതെങ്കിലും പലയിടത്തും നിർജീവമായ അവസ്ഥയിലും പ്രവർത്തിക്കാതെ നിന്നുപോയ അവസ്ഥയിലും ഒക്കെ ആയിരുന്നു. ചെറിയ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ കുടുംബശ്രീയുടെ സുപ്രധാന കാൽവയ്പ് തന്നെയാണ് കുടുംബശ്രീ ബാലസഭകൾ രൂപീകരണം. കുട്ടികളുടെ അവകാശങ്ങൾക്ക് ക്ഷേമത്തിനും വേണ്ടിയിട്ട് നമ്മൾ അയൽക്കൂട്ട തലത്തിൽ ബാലസഭയിൽ ഉൾപ്പെടുന്ന കുട്ടികളെ 5 മുതൽ 18 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അയൽക്കൂട്ട തലങ്ങളിൽ ADS തലങ്ങൾ നമ്മൾ വാർഡ് തലങ്ങളിൽ നമ്മൾ ബാലസഭകൾ രൂപീകരിച്ചു കഴിഞ്ഞു. നമുക്കറിയാം, ആദ്യമായിട്ട് നമ്മൾ ആദ്യ ഘട്ടത്തിൽ കളിക്കൂട്ടം പരിപാടി നടത്തി. കളിക്കൂട്ടം പരിപാടി നടത്താൻ ഏതെങ്കിലും വാർഡുണ്ടോ? ഉണ്ടോ? എല്ലാ വാർഡുകളിലും തന്നെ മിക്ക വാർഡുകളിൽ തന്നെ നമ്മൾ കളിക്കൂട്ടം പരിപാടി നടത്തി ഇതിന്റെ സമ്മാനം വിതരണം ചെയ്യുകയോ ഒക്കെ ചെയ്യണേ. ഇതിന് ശേഷം നമുക്ക് 3 ദിവസത്തെ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. 25, 26, 27 3 ദിവസങ്ങളിലായിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ബാലസമിതി പല വാർഡുകളിൽ ഇപ്പോൾ ബാലസമിതികൾ രൂപീകരിച്ചു. 3 ബാലസഭകളുള്ള എല്ലാ വാർഡുകളിലും തന്നെ ഇപ്പോൾ ബാലസമിതികൾ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യും? നമ്മൾ ബാലപഞ്ചായത്ത് അല്ലെ? ബാലപഞ്ചായത്ത് രൂപീകരിക്കും. ബാലപഞ്ചായത്ത് ഏറ്റവും വലിയ വിഷയം, നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയുണ്ടോ? നമുക്കിപ്പോ ഏറ്റവും വിഷയം സ്കൂൾ തുറക്കുന്നതാണ്. മഴക്കാലം അല്ലേ? മഴക്കാലം കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തൊക്കെയാ? മുമ്പുണ്ടായിരുന്ന മഴക്കാലം ഉള്ളപ്പോൾ അല്ല. ഇപ്പൊ എന്നാ ഒരേ സമയം ഒത്തിരി നേരം മഴ പെയ്യുക അല്ലെ? അല്ലെങ്കിൽ അതിഭയങ്കരമായ വരൾച്ചയിലേക്ക്, അതിഭയങ്കരമായ ചൂടിലേക്ക്, അതായത് നമ്മുടെ ഭൂമിയിൽ ഇപ്പൊ ആഗോള താപനം അല്ലെ, പാരിസ്ഥിതികമായ ഒത്തിരിയേറെ വിഷയങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാമ്പത്തിക വർഷം കുടുംബശ്രീ മിഷൻ നടപ്പാക്കിയിരിക്കുന്നത്
പരിസ്ഥിതി സംബന്ധമായ വിഷയങ്ങളെ കുറിച്ച് ബാലസഭാ കുട്ടികളിൽ ഉദ്ബോധനം നടത്തുകയും അതുവഴി നമുക്ക് കുട്ടികളിൽ ഓരോ നമ്മൾ വിളിച്ചു വരുത്തിക്കുന്ന ഓരോ കുട്ടികൾ വഴി ഓരോ വാർഡുകളിലും കാര്യങ്ങൾ എത്തിക്കുകയും അതുവഴി നമ്മുടെ കുട്ടികളെ ബോധവാന്മാരാക്കുകയും ചെയ്യണമെന്നാണ് ഇപ്പൊ നമ്മുടെ കുടുംബശ്രീ മിഷൻ പറഞ്ഞിരിക്കുന്നത്. ആയതനുസരിച്ചാണ് നമ്മൾ അടുത്ത 3 ദിവസത്തെ പരിപാടികൾ നടത്തുന്നത്. നിങ്ങൾക്ക് നേതൃത്വ ഗുണങ്ങളുള്ള നിരവധി പദ്ധതികൾ കാണും, കളികൾ കാണും. പാരിസ്ഥിതിക പ്രശ്നങ്ങളായ അതുപോലത്തെ എത്തിക്കൊണ്ട് തന്നെ നമുക്ക് പരിപാടികൾ ആരംഭിക്കാം. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രസിഡന്റിന് ഇന്ന് വേറെ ഉദ്ഘാടന ചടങ്ങിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കാതെ ഞാൻ മൈക്ക് കൈമാറുകയാണ്. സ്നേഹമുള്ള കുഞ്ഞുങ്ങളെ, ഇന്നും നാളെയും മറ്റന്നാളും നമ്മുടെ ദിവസങ്ങളാണ്. ആണോ? അതെ, ഇല്ലേ? നമ്മള് സന്തോഷിക്കുവാനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ഇല്ലേ? സന്തോഷത്തിലൂടെ അറിവുകൾ നേടുവാനും നാളെയുടെ നല്ല മക്കളായി തീരുവാനും വേണ്ടിയാണ്. നമുക്ക് പ്രകൃതിയെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ നമ്മളിൽ അന്തർലീനമായിരിക്കുന്ന ധാരാളം കഴിവുകളുണ്ട്. അവയൊക്കെ ഒന്ന് അല്ലെ മാറ്റിവരച്ച് പുറത്തെടുക്കണം. പരസ്പരം മത്സരിക്കണം, വേണം. എല്ലാ കാര്യങ്ങളിലും മുമ്പിലെത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അങ്ങനെ പോകുമ്പോഴാണ് നല്ല കുഞ്ഞുങ്ങളായി നമ്മൾ വളർന്നു വരുന്നത്. ഇപ്പൊ ഇനി സ്കൂളിലേക്ക് പോകാനുള്ള പുസ്തകങ്ങൾ വാങ്ങല്, അല്ലേ? ആണോ? ഡ്രസ്സൊക്കെ എടുത്തോ? യൂണിഫോമും കൊടയും ഒക്കെ ആയി, അല്ലേ? അതോടൊപ്പം നമുക്ക് കുറെ അറിവുകൾ കൂടി കൊണ്ടുപോകണം. പരിസ്ഥിതിയാണ് ഒരു പ്രധാന വിഷയം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഇന്ന് മയക്കുമരുന്നുകളുണ്ടോ? അറിയാവോ? ആണോ? മയക്കുമരുന്നൊക്കെ കഴിച്ചിട്ട് കുട്ടികൾ മാതാപിതാക്കളെ അടിക്കുന്നു, കൊല്ലുന്നു, ഇല്ലേ? അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പിതാവ് 15 വയസ്സുള്ള മകനെ അടിച്ചു കൊന്നിട്ടുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് കുടുംബങ്ങളിൽ കലഹങ്ങൾ വർദ്ധിച്ചു വരിക. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഇടപെട്ട് അതിനെയൊക്കെ പരിഹരിക്കാനായിട്ട് പ്രാപ്തിയുള്ളവരായിട്ട് തീരണം. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന ചെറിയ ചെറിയ അറിവുകളെ അത് കളികളിലൂടെയും ചിരിയിലൂടെയും ഓട്ടത്തിലൂടെയും നടപ്പിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോയി പ്രവർത്തിപ്പിച്ച് നല്ല മക്കളായി തീരണം. നല്ല മക്കളായി തീരുവോ? ആണോ? ഇവിടുത്തെ ഇനി 3-ാം ദിവസം സമാപനമില്ലേ? അന്ന് ഞങ്ങളെ വിളിക്കണേ. വിളിക്കുമ്പോ ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിച്ചിരിക്കുന്നത്, നിങ്ങളിൽ നിന്ന് എന്തൊക്കെ കഴിവുകളാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് പഠിക്കുക, ഭക്ഷണം കഴിക്കുക, അല്ലെ, കുളിക്കുക, കുറെ സമയം TV കാണുക, കുറച്ച് സമയം മൊബൈലിൽ തോണ്ടുക, ഇതൊക്കെയാണ് നമ്മുടെ ജീവിതം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. അങ്ങനെയാണോ? അല്ല, അങ്ങനെയേ അല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. നന്നായിട്ട് പഠിക്കണം, നല്ല സ്വഭാവമുള്ളവരായി തീരണം, മാതാപിതാക്കളെ അനുസരിക്കണം, ഇല്ലേ? അധ്യാപകരെ അനുസരിക്കണം, എല്ലാവർക്കും നന്മ ചെയ്യുന്നവരാവണം. അങ്ങനെ നല്ല കുഞ്ഞുങ്ങളായി തീരുവാനുള്ള ഈ അവസരം നന്നായിട്ട് നിങ്ങൾക്ക് ഗുണകരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനുവേണ്ടി മുൻകൈയെടുത്ത ജില്ലാ മിഷൻ, അതുപോലെ തന്നെ നമ്മുടെ CDS അക്കൗണ്ടന്റ് എല്ലാവരെയും ഓർത്തുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് നിങ്ങളുടെ എല്ലാ അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു. പ്രിയപ്പെട്ട ഈ യോഗത്തിന്റെ അധ്യക്ഷ, നമ്മുടെ CDSന്റെ ചെയർപേഴ്സൺ, ബഹുമാനിയായ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ്, അതുപോലെ തന്നെ പഞ്ചായത്തിന്റെ മെമ്പർമാര്, പ്രിയപ്പെട്ട CDSന്റെ അംഗങ്ങള്, പ്രിയമുള്ള മാതാപിതാക്കള്, പ്രിയപ്പെട്ട കുട്ടികള്, നിങ്ങൾക്ക് ഏതാണ്ട് 3 ദിവസത്തെ ക്യാമ്പാണ് ഇവിടെ നടക്കുന്നത്. ബാലസഭ എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം, കൊച്ചു കുട്ടികളെ അവരുടെ കായികപരമായിട്ടുള്ള അവർക്ക് ഇഷ്ടമുള്ള സംവിധാനത്തിൽ ഗവൺമെന്റ് തലത്തിൽ നടപ്പിലാക്കുന്ന പല പദ്ധതികളുടെ ഭാഗമായിട്ടാണ് ബാലസഭ രൂപീകരണവും അതുമായി കുട്ടികൾക്കുള്ള കൃത്യമായിട്ടുള്ള കോച്ചിങ്ങും അതുപോലെ തന്നെ കുട്ടികളെ അവരുടെ കലാപരമായിട്ടുള്ള വാസനകൾ വികസിപ്പിച്ചെടുക്കുന്നതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ക്യാമ്പുകൾ നടക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങളെല്ലാം സ്കൂളിലേക്ക് പോകുവാൻ ജൂൺ 1-ാം തീയതി മുതൽ നമ്മുടെ സ്കൂളുകളെല്ലാം തുറക്കാൻ പോവുകയാണ്. ഏതാണ്ട് 2 മാസക്കാലമായി വീടുകളിലും മറ്റ് ബന്ധു വീടുകളിലും ഒക്കെ അടിച്ചു പൊളിച്ച് നടന്ന കുട്ടികൾ ഇനി നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. ഇനി നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പാഠ്യപദ്ധതിയിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പഠിക്കുക, നമ്മുടെ സമൂഹത്തിന് നല്ല നന്മകൾ ചെയ്യുന്നതിനും കൊച്ചു കുട്ടികൾ കൂടെ അവരുടെ അറിവുകൾ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ബാലസഭകളുടെ പ്രവർത്തനങ്ങൾ. തീർച്ചയായിട്ടും ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലും ജില്ലാ മിഷന്റെ ഒക്കെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ പദ്ധതി കുട്ടികൾക്ക് കൂടുതൽ പ്രയോജനപ്പെടുത്തട്ടെ.
നിങ്ങളുടെ 3 ദിവസത്തെ ഈ ക്യാമ്പിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തത് നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ അഗ്നി കടപ്പാട്. ഏറ്റവും ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷ, ബഹുമാന ഉദ്ഘാടക, ഞാൻ പ്രസംഗിക്കാൻ അവസരം ചോദിച്ചപ്പോൾ ചെയർപേഴ്സൺ പറഞ്ഞു എന്താ കുറ്റം പറയാണെന്ന്. ഒരിക്കലും ഞാൻ അങ്ങനെ കുറ്റം പറയുന്നല്ല. ഞാൻ എന്തിനേയും പോസിറ്റീവ് മാത്രമേ കാണുന്നതാണ്. ഞാൻ പോസിറ്റീവ് മാത്രമേ കാണും. ഏത് പരിപാടിയുടെയും പോസിറ്റീവിനെ മാത്രമേ ഞാൻ കാണാറുള്ളൂ. ഞാൻ സാധനമുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞത് പ്രസംഗിക്കണമെന്ന് ആഗ്രഹിച്ച് സമയമില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആഗ്രഹിച്ചത്, ഞാൻ ഈ ബാലസഭയിൽ ഈ പരിപാടി ഇരുന്നപ്പോൾ കുറെ കാലം പുറകോട്ട് ജനിച്ച് കണ്ടുകൊണ്ടിരുന്നപ്പോൾ രാജ്യം ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ രാജ്യക്കാർ കൂടുതൽ കയറിക്കോളും കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്ക്. കാരണം വെച്ചാൽ ഞാൻ ഓർക്കുന്നത് 2006 പക്ഷേ ഈ കളിക്കൂട്ടം എന്ന് പറയുന്ന കുറെ പഴയ പരിപാടിയാണ്. ഞങ്ങളുടെ ഒരു പേരാണ്. തിരുവനന്തപുരംകാരനത്തെ കൃഷി അസിസ്റ്റന്റ് അലക്സ് എന്ന് പറയുന്ന ആളാണ് കളിക്കൂട്ടം എന്ന പേര് ബാലസഭയ്ക്ക്. അതുപോലെ ബാലസഭ ക്യാമ്പ് അല്ലെ ബാലസഭ അവധിക്കാല ക്യാമ്പ് എന്ന് പറഞ്ഞ പരിപാടിയെ ഒരു കളിക്കൂട്ടം എന്ന ഓമന പേരിൽ ആദ്യം എടുത്തത് അന്ന് കൃഷി അസിസ്റ്റന്റ് ആയിരുന്ന, അന്ന് കുടുംബശ്രീയുടെ ചാർജ് വഹിച്ചിരുന്ന അലക്സ് എന്ന് പറഞ്ഞ തിരുവനന്തപുരംകാരായിരുന്നു. അപ്പൊ ഓർക്കാൻ അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന്റെ ഭാവന, അദ്ദേഹം എലിക്കുളം പഞ്ചായത്ത് അദ്ദേഹത്തിന്റെ ഭാവനയിൽ അന്ന് വന്ന ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞാൽ CDSനോ അല്ലെങ്കിൽ കുടുംബശ്രീക്കോ അതിന്റെ അക്കൗണ്ടിന് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനം ലഭിച്ചോട്ടെ എന്ന് ഓർത്ത് മാത്രമാണ് ഞാൻ ഈ ആശംസാർച്ചന നടന്നത്. ഞാൻ ഇപ്പോഴും ഓർമ്മ 2006 ആദ്യമായി ഞങ്ങളന്ന് ഇതുപോലെ തന്നെ വാർഡ് തലത്തിൽ നമ്മുടെ 12 വാർഡുകളിൽ 12 സ്ഥലത്താണ് ബാലസഭാ സംഘങ്ങൾ വെച്ചു. അടുത്ത ഘട്ടമാണ് പഞ്ചായത്ത് തലത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ ചെയ്തൊരു കാര്യം, 7 നിന്ന് 8ലേക്ക് ജയിച്ചു വരുന്ന 5 കുട്ടികളെ ഓരോ വാർഡിൽ സെലക്ട് ചെയ്തു. മറ്റൊന്നുകൂടല്ല, എണ്ണം ക്രമീകരിക്കാൻ വേണ്ടി 60 എന്ന നമ്പർ ക്രമീകരിക്കാൻ വേണ്ടി 7 നിന്ന് 8ലേക്ക് ജയിച്ച ഓരോ കുട്ടികളെ നമ്മൾ ഈ പഞ്ചായത്ത് ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു. അതിന് കാരണം 8ാം ക്ലാസ് തൊട്ട് വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്വത്തിൽ കൂടുമെന്നുള്ളതുകൊണ്ടും കുറച്ചുകൂടി അവർക്ക് ഗൗരവമുള്ള വിദ്യാഭ്യാസ കാലഘട്ടമാകും എന്നുള്ളതാണ്. 7 to 8 7 ജയിച്ച കുട്ടിയെ പിറ്റേ വർഷം 8ലേക്ക് പോകുന്ന കുട്ടിയെ നമ്മൾ ഈ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നത്. ഈ ക്യാമ്പിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ ചെയ്ത പരിപാടികൾ, ക്യാമ്പിന്റെ ഉദ്ഘാടനത്തോടൊപ്പം നമ്മൾ ചില ആളുകളെ പരിചയപ്പെടുത്തി. ഓരോ സെഷനും ഓരോ ഉദ്ഘാടകരെ ഞാൻ കൊണ്ടുവന്നിരുന്നു ആ പരിപാടിക്ക്. അത് പറയുക ഞാൻ ഇന്ന് ഓർക്കുന്നു, അന്ന് ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത ആളായിരുന്നു മുൻ MLA സെബാസ്റ്റ്യൻ കുളത്തിൽ. അദ്ദേഹം വന്ന് ജില്ലാ പഞ്ചായത്തിന്റെ കാഞ്ഞിരപ്പുഴ ഡിവിഷന്റെ മെമ്പറായിരുന്നു. വളരെ യാദൃശ്യമാണ് അദ്ദേഹം 5 വർഷക്കാലം മെമ്പറാണ്. നമ്മൾ ബാലസഭാ പരിപാടി ഉദ്ഘാടനം ചെയ്ത ആൾ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിന്റെ MLA ആയി വന്നു എന്ന് ഓർമ്മിപ്പിക്കാൻ ഒരു കാര്യം പറയുന്നത്. രണ്ടാമത്തെ ഒരു സെഷൻ ഉദ്ഘാടനം ചെയ്ത ആളായിരുന്നു അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. G. രാജൻ. അദ്ദേഹം ഇന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് വന്നും യാദൃശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത ആൾ അന്നത്തെ മുണ്ടക്കൻ സബ് ഇൻസ്പെക്ടർ. നാലാമത്തെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്ത ആൾ നമ്മുടെ എല്ലാവരും ഏറെ ബഹുമാനത്തോടിരിക്കുന്ന അന്നത്തെ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റാണ് സൂണൻചേട്ടൻ ഉൾപ്പെടെയുള്ള ആളുകൾ. ഞാൻ പ്രഗത്ഭരാണ്. ഈ ബാലസഭയുടെ ക്യാമ്പിൽ 2 സെഷൻ ഉണ്ടായിരുന്നു. രാവിലത്തെ ഉച്ചയ്ക്കത്തെയും പരിപാടി 4 ദിവസത്തെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യാമെന്ന ആളുകൾക്ക് പ്രഗത്ഭരായിരുന്നു. അന്നത്തെ ഏറ്റവും ബഹുമാനായിട്ട് പീരുമേടമിലെ ഫ്രഷാണ് ES ബിജുമോൻ ജയിച്ച ഉടനെയാണ് ഈ ക്യാമ്പിലേക്ക് വരുന്നത്. അന്ന് ഇപ്പോഴും ഞാൻ ഓർമ്മ രാജ്യത്തെ പാലപ്പെട്ട ഒരു കുട്ടി എന്തെങ്കിലും ചോദിക്കാമെന്ന് ചോദിച്ചപ്പോൾ അന്ന് വിവാദമായ പാത്രക്കളവ് ജലവൈദ്യ പദ്ധതിയെപ്പറ്റി ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എന്നോട് സ്വകാര്യമായിട്ട് ബിജുമോൾ MLA പറഞ്ഞു, കൊച്ചന്റെ വെള്ളത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ബാലസഭയിലേക്ക് കടന്നു വന്നൊരു കുട്ടി അത്രമാത്രം പത്രമാധ്യമങ്ങൾ വായിക്കുന്നയാളും അന്ന് ഒരാഴ്ച വിവാദമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന പാത്രക്കളവ് പദ്ധതിയെപ്പറ്റി ഒരു MLAയോട് എഴുന്നേറ്റ് നിന്ന് ചോദിക്കുവാൻ ഒരു പ്രാപ്തി ഉണ്ടായത് പക്ഷേ ആ ബാലസഭയുടെ ഏറ്റവും വലിയ വിജയമായിട്ട് ഞാൻ കാണുകയാണ്. 5ാം ദിവസം ഞങ്ങൾ വേറെ കാര്യം വിളിച്ചു. അതിന്റെ ക്ലാസ് എടുത്തിയ ആളുകൾ ബഹുമാനന്മാരായ ജോർജ് കുട്ടി അഗസ്തിയാണ് 3 ദിവസത്തെ ക്യാമ്പ് നയിച്ചത്. അന്നത്തെ പൊൻകുന്നം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ അഡ്വക്കേറ്റ് ഗിരീഷ് എസ് നായർ ക്ലാസ് നയിച്ച ആള്. അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ ജോർജ് കുട്ടി ക്ലാസ് നയിച്ച ആള്. അതോടൊപ്പം നമ്മൾ 5ാം ദിവസം ചെയ്ത കാര്യം കഴിയുമെങ്കിൽ അടുത്തോട്ടൊന്നും ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. 5ാമത്തെ ദിവസം നമ്മൾ ഈ തെരഞ്ഞെടുക്കപ്പെട്ട 60 കുട്ടികളെ നമ്മൾ വാഗമണിലേക്ക് കൊണ്ടുപോയി. അവസാന ദിവസം ക്യാമ്പ് വാഗമണിലായിരുന്നു. അന്ന് വാഗമണിൽ നമ്മുടെ ക്യാമ്പ് നടക്കുമ്പോൾ നമുക്ക് രസകരമായ കാര്യം, നമ്മള് എല്ലാ കുട്ടികളെയും 3 മതങ്ങളുടെയും ആരാധനത്തിൽ കൊണ്ടുപോയി. അപ്പൊ നമ്മുടെ എന്റെ പൊതുജീവിതത്തിൽ എന്റെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. കാരണം ജാതി മത വർഗ ചിന്തകൾക്ക് അതീതമായിട്ട് നമ്മുടെ കൊച്ചു കുരുന്നുകൾ കുരിശുമല കയറുന്നതും നമ്മുടെ മുരുകന്മല കയറുന്നതും തങ്ങൾപ്പാറ കയറുന്നതും ഒക്കെ എന്റെ ജീവിതത്തിലെ ഒരു വേറിട്ട ഒരു അനുഭവമായിരുന്നു. കാരണം അവർക്ക് കൊച്ചു കുട്ടികളുടെ മനസ്സുള്ള ആ നിഷ്കളങ്കത അവരെല്ലാവരും ഒരുപോലെയാണ് കണ്ടത്. അവർ കുരിശുമല കണ്ടതുപോലെ തന്നെയാണ് മുരുകന്മല കണ്ടത്, മുരുകന്മല കണ്ടതുപോലെ തന്നെയാണ് തങ്ങൾപ്പാറ കണ്ടത്. അത്തരത്തിലുള്ള മനസ്സുള്ള ബാലസഭാ കുട്ടികൾ അവിടെ വെച്ച് യാദൃശ്യം വന്നോളം ഞങ്ങൾ കുട്ടികളെയും കൊണ്ട്
പൈൻകാട് പോകുന്ന സമയത്ത് പൈൻകാട് സന്ദർശിക്കാൻ പോയി. അവിടെയും നമുക്ക് ഒരു അതിഥി എത്തി. ഇന്നത്തെ ഒരുപാട് സിനിമാ രംഗത്ത് ഇറങ്ങി നിൽക്കുന്ന നടൻ ദിലീപാണ് അവിടെ ഒരു ആശംസ വന്നത്. അപ്പം അങ്ങനെ വേറിട്ട ഒരുപാട് അനുഭവങ്ങൾ ഈ 2006 ബാലപ്രസവ സംഘവുമായി ബന്ധപ്പെടുന്നത്. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു, ഈ കുട്ടികളുടെ അന്ന് ഒരുപക്ഷെ ഈ ബാലസഭയിൽ പങ്കെടുത്ത ഒരുപാട് ആളുകൾ ഇന്ന് പ്രഗത്ഭരായിട്ട് നടക്കുന്നുണ്ട്. ഇവിടുത്തെ ഈ കുട്ടികൾ വഴിയും അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയും പല ജോലിയിലിരിക്കുന്ന ആൾക്കാർ, ഡോക്ടർമാർ, എഞ്ചിനീയർമാരൊക്കെ ആയിട്ട് നടക്കുന്ന പല ആളുകളും അന്നത്തെ അവധിക്കാല ക്യാമ്പിൽ പങ്കെടുത്ത ആളുകളുണ്ട്. ഞാൻ പറയുന്നത് അടുത്ത വർഷം നമുക്ക് അത്തരത്തിലുള്ള പ്രതിഭകളെ കണ്ടെത്തണം. അടുത്ത വർഷത്തെ ബാലസഭ നടത്തുമ്പോൾ അത്തരത്തിൽ നമ്മുടെ ബാലസഭകളിൽ കൂടി വളർന്ന് ഇതിനകത്ത് ആദ്യാക്ഷരം കുറിച്ച് ആദ്യം ഒരു പൊതുരംഗത്തേക്ക് കടന്നു വന്ന പ്രഗത്ഭരെ കൂടി പങ്കെടുക്കും. അവധിയൊന്നും വേണ്ട, 5-6 പേരെ കണ്ടെത്തിക്കൊണ്ട് അവരെ കൊണ്ട് അനുഭവം പറയിപ്പിച്ചാൽ ഈ കുട്ടികൾക്ക് വിടുന്ന ഏറ്റവും വലിയ പ്രചോദനമായിരിക്കും ഞാൻ ഓർക്കുന്നു. അതോടൊപ്പം തന്നെ എനിക്കറിയാം, അവധിക്കാല ക്യാമ്പ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഒരു പ്രത്യേകതരം രീതിയിലുള്ള ട്രെയിനിങ് ആയിരിക്കാം. ആ ട്രെയിനിങ്ങിൽ നിങ്ങൾ വളരെ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ, എന്റെ മുന്നിൽ ഇരിക്കുന്ന കൊച്ചു കുട്ടികളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവമായിരിക്കും, ഏറ്റവും വലിയ ആഹ്ലാദമായിരിക്കും ഈ ബാലസഭ ക്യാമ്പ്. ഇന്നല്ല അതിന്റെ അനുഭവം വരുന്നത്. 3 ദിവസം അവസാനിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ സുഹൃത്തുക്കളായി മാറും. പല സ്കൂളുകളിൽ നിന്ന് വന്ന ആളുകൾ, പല വാർഡുകളിൽ നിന്ന് വന്ന ആളുകൾ, പല കുടുംബങ്ങളിൽ നിന്ന് വന്ന ആളുകൾ, നിങ്ങളൊരു കുടുംബമായി ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലെ പല സുഹൃത്ത് ബന്ധങ്ങളും നമ്മൾ ഒരുപക്ഷെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങൾ, ഫോണിൽ സംസാരിച്ചും വിദ്യാഭ്യാസ കാര്യങ്ങൾ സംസാരിച്ചുള്ള പല ബന്ധങ്ങൾ, പല സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ക്യാമ്പിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് കൂടുതലാണ് സംസാരിക്കുന്ന അടുത്ത മീറ്റിംഗ് ഉണ്ട്. ഈ ക്യാമ്പ് ഭംഗിയായിട്ട് സംഘടിപ്പിച്ച സീരിയസിനെ അനുമോദിക്കുന്നു. ഇത് നേതൃത്വം പഞ്ചായത്ത് പ്രസിഡന്റിനെ അനുമോദിക്കുന്നു. സർവോപരി ക്രിസ്ത്യയുടെ ബാലസഭയുടെ ചാർജ് വഹിക്കുന്ന സീരിയസ് മെമ്പർ, സീരിയസിന്റെ അക്കൗണ്ടിന് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ വാർത്തകൾക്കും എല്ലാവരെയും നോക്കുന്ന എല്ലാ കുട്ടികൾക്കും ഏറ്റവും നല്ല ഒരു ആശംസ. നല്ല ഒരു ക്യാമ്പായിട്ട് അവധിക്കാല ക്യാമ്പ് കളിക്കൂട്ടം വാർത്തകൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രാർത്ഥന ചെയ്യുന്നത് പ്രത്യേക അഭിനന്ദനം. ഇതിന് അടുത്ത വർഷം നമ്മളെ നല്ലൊരു പരിപാടി, ഇത് പിന്നെ മെമ്പർ പറഞ്ഞ പോലെ അത്രയും ഫണ്ടുകളൊന്നും നമ്മൾ കുടുംബശ്രീ കാണുന്നില്ല. നമുക്ക് സ്പോൺസർഷിപ്പിലൂടെയും മറ്റു കാര്യങ്ങളെയും നടത്തിക്കൊണ്ട് തന്നെ നമ്മൾ നല്ല രീതിയിൽ അടുത്ത വർഷം നമ്മളൊരു കമ്മിറ്റി തന്നെ രൂപീകരിച്ചുകൊണ്ട് നല്ല രീതിയിൽ നടക്കും. അടുത്ത ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി ജയസ്വം തിങ്കളാഴ്ച ഈ സമയത്ത് നിങ്ങൾ എവിടെയായിരിക്കും നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയോ? അടുത്ത തിങ്കളാഴ്ചത്തെ പ്രാധാന്യം അറിയാവോ? മറന്നുപോയോ? ഇവിടേക്കാരും വന്ന് ഇരുത്തുവോ? എവിടെയായിരിക്കും അടുത്ത തിങ്കളാഴ്ച? ദിവസം ഓർക്കുന്നുണ്ട് എന്നാന്ന്? മോനറിയാം എന്നാ? ജൂൺ 1. അപ്പൊ അന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാ? സ്കൂള് തുറക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് 2-3 ദിവസം ഇവിടെ കിട്ടി. അപ്പൊ ഇതിന്റെ പേരെന്താന്ന് ഓർക്കുന്നുണ്ടോ? ചുമ്മാ നിങ്ങളെങ്കിലും വിളിച്ചിരുത്തിയതാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് തന്നിട്ടുണ്ടേ. മോക്ക് ആ പേര് പറയാൻ പറ്റുമോ? ഇവിടെ എല്ലാവരും പറഞ്ഞില്ലേ? ഇവിടെ ഈ മെമ്പർ പ്രസംഗം പറഞ്ഞപ്പോ എന്നതാ പറഞ്ഞത്? 3 ദിവസം കഴിയുമ്പോൾ ഞങ്ങളോടൊക്കെ വന്ന് ഓരോരോ ചോദ്യങ്ങൾ ചോദിച്ച് ഞങ്ങളെ കുഴപ്പിക്കണം. അപ്പൊ ഈ പ്രോഗ്രാമിന്റെ പേര് എങ്ങോട്ടേക്കൊന്ന് നോക്കിക്കേ. കണ്ടോ? അതൊന്ന് പറഞ്ഞു മിടുക്കിയാൽ ഇത്രയും പേര് പറഞ്ഞേ ഫെസ്റ്റീവൽ അല്ലെ? ഇഷ്ടപ്പെട്ട് വന്നതാണോ? അപ്പൊ ഈ 3 ദിവസം കൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പൊ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വലിയ സ്നേഹത്തിലൊന്നും അല്ലല്ലേ? ഇനി 3 ദിവസത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ കൂട്ടൊരിക്കലും പിരിഞ്ഞു പോകല്ലേ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ ആഗ്രഹിക്കും. എന്താണെങ്കിലും നല്ലൊരു പ്രോഗ്രാമാണ്. ഇതുപോലെ തന്നെ ആരോഗ്യങ്ങളോട് സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ഞാനും ഇതുപോലെ കുട്ടികൾ സെന്റ് ജോർജ് ഹൈസ്കൂളിൽ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. അന്ന് ഗ്രാമസഭയെ കുറിച്ചായിരുന്നു ഒരു ക്ലാസ് എടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ അറിവിൽ വെച്ച എല്ലാ കാര്യങ്ങളും ഗ്രാമസഭയെ കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു മിടുക്കൻ എന്നോട് എഴുന്നേറ്റ് ചോദിച്ചു, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻനിർത്തിയിട്ടാണോ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നതെന്ന്. ശരിയാ, ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അന്ന് ഞങ്ങൾ ക്ലാസ് എടുത്തു. ഗ്രാമസഭയിൽ വോട്ടർമാരുടെ 10% വേണമെന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുത്തിട്ട് കൊച്ചു ചോദിച്ചു ഞങ്ങളോട്, ഇത്രയും പേരെ കണ്ടുകൊണ്ടാണോ അല്ലെങ്കിൽ വന്നിട്ടാണോ നമ്മൾ ഗ്രാമസഭ നടത്തുന്നത്? നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അറിവുകൾ അതേ രീതിയിൽ ഇവിടെ പ്രാവർത്തികമാക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ മിടുക്കത്തികളും ഒക്കെ ആയിട്ട് നല്ല അറിവോടുകൂടി നല്ല രീതിയിൽ തന്നെ ഈ ക്ലാസ് പോട്ടെ. എന്താണെങ്കിലും 3 ദിവസം നിങ്ങൾക്ക് അടിച്ചു പൊളിച്ചു പോവുകയാണ്. പിന്നെ ഇവിടെ എല്ലാവരും പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു കുഞ്ഞു കാര്യം കൂടി പറഞ്ഞേക്ക്. എന്താണെങ്കിലും ഇത്രയും സൗകര്യത്തിൽ നമുക്ക് ഈ കെട്ടിടം വിട്ടു തന്ന നമ്മുടെ സർക്കാരിനെ പ്രത്യേക അഭിനന്ദനവും അതുപോലെ തന്നെ നന്ദിയും കൂടി അറിയിക്കുന്നു. ഈ ഫെസ്റ്റിവൽ 2026 ഏറ്റവും വിജയപ്രദമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ വാക്കുന്നു. ഞങ്ങളുടെ
Ta-da!